അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 4ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീനിലെ 15ാമത്തെ പാഠം അദ്ദർസുൽ ഖാമിസ അശറ അല്ലാഹുമ്മ ഹ്ദി ഖൗമി. നുബുവത്തിൻ്റെ 10ാം വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദുഃഖത്തിലാഴ്ത്തിയ 2 സംഭവങ്ങളുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷകനായ അബൂ ത്വാലിബും പ്രിയ പത്നി ഖദീജ ബീവി റളിയല്ലാഹു അൻഹായും വഫാത്തായി. ഇതോടെ ഖുറൈശികളുടെ മർദ്ദനം ശക്തമായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിലേക്ക് പോയി. സഖീഫ് ഗോത്രക്കാരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാനും അവരോട് സഹായം തേടാനുമായിരുന്നു യാത്ര. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചില്ലെന്നു മാത്രമല്ല, അപമാനിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. ജനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ ഇളക്കിവിട്ടു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുപാദങ്ങളിൽ നിന്ന് രക്തമൊഴുകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിഷമത്തോടെ മക്കയിലേക്ക് തിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞ് അല്ലാഹു തആലയോട് ദുആ ചെയ്തു. ഖർനു സാലിബ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ആഗതനായി. കൂടെ ഒരു മലക്കുമുണ്ട്. പർവ്വതങ്ങളെ കാക്കുന്ന മലക്ക് ആണെന്നും അങ്ങയെ സഹായിക്കാൻ വേണ്ടി അല്ലാഹു തആല അയച്ചതാണെന്നും ജിബ്രീൽ അലൈഹിസ്സലാം പരിചയപ്പെടുത്തി. അപ്പോൾ ആ മലക്ക് പറഞ്ഞു, നബിയെ, അങ്ങ് ഉദ്ദേശിക്കുന്ന പക്ഷം ജബൽ അബി ഖുബൈസിനെയും അതിന് അഭിമുഖമായി നിൽക്കുന്ന മലയെയും മറിച്ചിട്ട് അവരെ നശിപ്പിക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, അവരുടെ പിന്മുറക്കാരിൽ നിന്ന് അല്ലാഹു തആലയെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫുകാർക്ക് മാപ്പു നൽകി. വഴിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തോട്ടത്തിൽ കയറി അവിടെയുള്ള ഒരു മരത്തണലിൽ വിശ്രമിച്ചു. ഈ മുന്തിരിക്കുലകൾ അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുക്കൂ. തോട്ട ഉടമകളായ ഉത്ബയും ഷൈബയും ഭൃത്യനായ അദ്ദാസിനോട് പറഞ്ഞു. അദ്ദാസ് അവ തിരുമുമ്പിൽ കൊണ്ടുപോയി വെച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിക്കാൻ തുടങ്ങി. അദ്ദാസ് അത്ഭുതപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഈ നാട്ടുകാരൊന്നും ഇങ്ങനെ പറയാറില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ ഏതു നാട്ടുകാരനാണ്? അദ്ദാസ്, ഞാൻ നീനവ എന്ന നാട്ടുകാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ നാട്ടുകാരനാണല്ലോ. അദ്ദാസ്, യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ നിങ്ങൾക്കെങ്ങനെ അറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, യൂനുസ് എൻ്റെ സഹോദരനാണ്. അദ്ദേഹം നബിയായിരുന്നു, ഞാനും നബിയാണ്. ഇത് കേട്ട അദ്ദാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിരസിൽ ചുംബിച്ചു ഇസ്ലാം സ്വീകരിച്ചു. നഖ്ല എന്ന സ്ഥലത്തെത്തിയപ്പോൾ അർദ്ധരാത്രിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാൻ നിന്നു. അപ്പോൾ അതുവഴി കടന്നുപോയ ഒരു സംഘം ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേൾക്കുകയും അടുത്തു വന്ന് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല ഒരു വിശിഷ്ട യാത്ര ഒരുക്കി. അതായിരുന്നു മിഅ്റാജ്. ഇനി അതിൻ്റെ അർത്ഥങ്ങളൊക്കെ അവിടെ ഉണ്ടത് വായിച്ച് മനസ്സിലാക്കുക. അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസുൽ ഖാമിസ അശറ അല്ലാഹുമ്മ ഹ്ദി ഖൗമി. നസ്ല് ചേരുമ്പടി ചേർക്കുക. 1 ഉത്ബ, ബി ആണ് ഉത്തരം, ഖുറൈശി പ്രമുഖൻ. 2 അബൂ ഖുബൈസ്, ഡി ആണ് ഉത്തരം, മക്കയിലെ ഒരു പർവ്വതം. 3 അദ്ദാസ്, എ നീനവ സ്വദേശി. 4 മലക്കുൽ ജിബാൽ, ഇ പർവ്വതങ്ങളുടെ മലക്ക്. 5 ഖർനുൽ സാലിബ്, സി ആണ് ഉത്തരം, ത്വായിഫിനടുത്തുള്ള ഒരു സ്ഥലം. ഇനി രണ്ടാമത്തെ നുജീബ് ഉത്തരം എഴുതുക. 1 അദ്ദാസ് ഏത് നാട്ടുകാരനാണ്? നീനവ. 2 ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ചത് എവിടെ വെച്ച്? നഖ്ല. 3 ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വഫാത്തായത് ഏത് വർഷം? നുബുവത്തിൻ്റെ 10ാം വർഷം. 4 അദ്ദാസ് ഇസ്ലാം സ്വീകരിക്കാൻ കാരണം എന്താണ്? കാരണം നബി തങ്ങൾ അദ്ദാസിനോട് ഏത് നാട്ടുകാരനാണെന്ന് ചോദിച്ചപ്പോൾ നീനവ എന്ന നാട്ടുകാരനാണെന്ന് മറുപടി പറഞ്ഞു. മഹാനായ യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ നാട്ടുകാരനല്ലേ അദ്ദാസ്? യൂനുസ് നബി അലൈഹി ഇസ്ലാം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, യൂനുസ് എൻ്റെ സഹോദരനാണ്, അദ്ദേഹം നബിയായിരുന്നു, ഞാനും നബിയാണ്. ഇത് കേട്ട് അദ്ദാസ് ഇസ്ലാമിൽ. 5 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിച്ച തോട്ടത്തിൻ്റെ ഉടമകൾ ഉത്ബയും ഷൈബയും. 6 ത്വായിഫുകാരെ നശിപ്പിക്കാൻ അനുവാദം ചോദിച്ച മലക്കിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? അവരുടെ പിന്മുറക്കാരിൽ നിന്ന് അല്ലാഹു തആലയെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം വരും. 7 ജിന്നുകൾ ഇസ്ലാം സ്വീകരിക്കാൻ എന്താണ് കാരണം? നഖ്ല എന്ന സ്ഥലത്തെത്തിയപ്പോൾ അർദ്ധരാത്രിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കാൻ നിന്നു. അപ്പോൾ അതുവഴി കടന്നുപോയ ഒരു സംഘം ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേൾക്കുകയും അടുത്തു വന്ന് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. 8
നബുവത്തിൻ്റെ 10-ാം വർഷത്തിന് ആമുൽ ഹുസ്ൻ എന്ന് പറയാൻ കാരണമെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷകനായ അബൂ താലിബും പ്രിയ പത്നി ഖദീജ ബീവിയും വഫാത്തായി. ഇനി 3 നക്തശിഫുൽ മഅന മിനൻ നസ്, പാഠത്തിൽ നിന്ന് ഇതിൻ്റെ അർത്ഥം വ്യക്തമാക്കും. 1 മിൻ അയ്യ അഹ്ലി ബലദിൽ അന്ത അഹ്ലിൽ ബിലാദി അന്ത, നീ ഏതു നാട്ടുകാരനാണ്? 2 വമാ യുദരീക മാ യൂനുസു ബിൻ മത്ത, യൂനുസ് നബി അലൈഹി സ്വലാമിനെ നിങ്ങൾക്കെങ്ങനെ അറിയാം? 3 ദാക അഖി കാന നബിയൻ വ അന നബിയുൻ, യൂനുസിൻ്റെ സഹോദരനാണ്, അദ്ദേഹം നബിയായിരുന്നു, ഞാനും നബിയാണ്. ഇനി 4-ാമത്തെ വർക്കാണ് തഖ്സീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ത്വായിഫ് യാത്രയെക്കുറിച്ചൊരു പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. പാഠത്തിൽ നമുക്ക് കണ്ടെത്താം. അവിടെ 1-ാമത്തെ പാരഗ്രാഫിൽ അവിടെ ആദ്യം അതിൻ്റെ ആമുഖങ്ങളൊക്കെ എഴുതുക. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, കൂട്ടുകാരെ, നബുവത്തിൻ്റെ 10-ാം വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദുഃഖത്തിലാഴ്ത്തിയ 2 സംഭവങ്ങളുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംരക്ഷകനായ അബൂ താലിബും പ്രിയ പത്നി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും വഫാത്തായി. ഇതോടെ ഖുറൈശികളുടെ മർദ്ദനം ശക്തമായി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിലേക്ക് പോയി. സഖീഫ് ഗോത്രക്കാരെ ഇസ്ലാമിൽ ക്ഷണിക്കാനും അവരോട് സഹായം തേടാനുമായിരുന്നു യാത്ര. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല, അപമാനിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തു. ജനങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ ഇളക്കി വിട്ടു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുപാദങ്ങളിൽ നിന്ന് രക്തമൊഴുകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിഷമത്തോടെ മക്കയിലേക്ക് തിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രയാസങ്ങൾ പറഞ്ഞ് അല്ലാഹു തആലയോട് ദുആ ചെയ്തു. ഖർനുൽ സവാലിബ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ആഗതനായി. കൂടെ ഒരു മലക്കുമുണ്ട്. പർവ്വതങ്ങളെ കാക്കുന്ന മലക്ക് ആണെന്നും അങ്ങയെ സഹായിക്കാൻ വേണ്ടി അല്ലാഹു തആല അയച്ചതാണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പരിചയപ്പെടുത്തി. അപ്പോൾ ആ മലക്ക് പറഞ്ഞു, നബിയെ, അങ്ങ് ഉദ്ദേശിക്കുന്ന പക്ഷം ജബലു അബി ഖുബൈസിനെയും അതിന് അഭിമുഖമായി നിൽക്കുന്ന മലയെയും മറിച്ചിട്ട് അവരെ നശിപ്പിക്കാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട, അവരുടെ പിന്മുറക്കാരിൽ നിന്ന് അല്ലാഹു തആലയെ മാത്രം ആരാധിക്കുന്നൊരു വിഭാഗം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫുകാർക്ക് മാപ്പ് നൽകി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.